ലോക നിയന്ത്രണം കുത്തുബുൽ ആലം ഷെയ്ഖുന മടവൂരിനുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് ഇപ്പം എന്താ അവിടെ നടക്കണം? നിങ്ങളെ കൈക്കുന്ന കാര്യം പിടുത്തം വിട്ടുപോയോ എന്താ ചോദിക്കണേ? ആരാ ചോദിക്കണേ? സുന്നി തീവ്രത പറഞ്ഞ് സാക്ഷാൽ AP കുട്ടികൾ പോയില്ലേ കാര്യം? പൊന്നാര പമ്പൈസ ഇത് ചോദിക്കുന്നത് ലോകം നിയന്ത്രിക്കുന്നതൊക്കെ കഴിവുകളൊക്കെ ഉണ്ടായിട്ട് എന്താ ഇപ്പം അവിടെ നടക്കുന്നത്, എന്താ അതിലൊന്ന് ഇടപെട്ടൂടെയിരുന്നില്ലേ എന്ന് അത് മടവൂരുമായി ബന്ധപ്പെട്ട് കണ്ടല്ല പറഞ്ഞത് എന്നുള്ളത് പൊന്നാര മോയന്തെ എനക്കറിയാലോ, എനക്കെന്നെ അറിയാലോ. എൻ്റെ അളിയാക്കാനെ പറ്റിയിട്ടാണ് പറയുന്നത്. എൻ്റെ അളിയാക്കയാണ് ഇപ്പോൾ അള്ളാഹാനായിട്ട് നേരിട്ട് സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ വഴിയെത്തിക്കാനും സംസാരിക്കാനും ഒക്കെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും അതിൻ്റെ ഒരു അടിയിലുണ്ടായിരുന്നു. എൻ്റെ അളിയാക്കാക്ക് അള്ളാഹാനായിട്ട് സംസാരിക്കാൻ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത്. എൻ്റെ അളിയാക്കാൻ്റെ അടുത്തേക്ക് നേരെ അങ്ങോട്ട് ഇറങ്ങി വരിക. അള്ളാഹു തആല നേരെ വന്നിട്ട് എൻ്റെ അളിയാക്കാനെ വിളിച്ചിട്ട് കോമാട്ട് ചാലിൽ അദ്വോ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടത്തേണ്ടത് കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദൂനെ വിളിച്ചിട്ടാണ് പറയാണ്. അതല്ലേ നൗഷാദ് വേദ പറഞ്ഞത്, അതല്ലേ ഇജ്ജും പറഞ്ഞത്, അതന്നല്ല എൻ്റെ കുഞ്ഞേമ്മവും പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞങ്ങളായ AP കുട്ടികളായ ഞങ്ങൾ പറഞ്ഞത് ലോകം നിയന്ത്രിക്കുന്നത് എൻ്റെ അളിയാക്കാൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് ഇക്കോലത്തിൽ മിസൈലും ബോംബും ഒക്കെ ഇടുമ്പോൾ അളിയാക്ക നേതെന്ന് പറഞ്ഞാൽ നിൽക്കൂലേന്ന്. അതാ പറഞ്ഞത്. മടവൂരുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സംസാരേ AP കുട്ടികൾ പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കണത്. അനക്കത് മനസ്സിലാക്കായിട്ടല്ല, ഇത് ജനങ്ങളെ പൊട്ടനാക്കുക, എൻ്റെ മുന്നിലുള്ള ഐറ്റങ്ങളെയും പൊട്ടനാക്കുക. അതിലിപ്പോൾ കുറേ ആൾക്കാർ എന്ത് ചെയ്തു, ഐറ്റങ്ങൾക്ക് ബുദ്ധി വെച്ച് ഐറ്റങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് അൽഹംദുലില്ലാ ബന്ധപ്പെടലുണ്ട്. ഏതായാലും എന്നിട്ട് അതിൻ്റെ ഇടയിൽ എത്ര പോസ്റ്റുകളാണ് ഇവരുടെ മക്കൾ യൂട്യൂബിലും FBയിലും ഇവർ അമേരിക്കൻ്റെ ട്രംപിൻ്റെയും അതുപോലെ തന്നെ ഇറാൻ്റെ ഖുമൈനിൻ്റെയും ഒക്കെ ഫോട്ടോ വെച്ച് ഇസ്രായേൽ-ഇറാൻ യുദ്ധം കുരുവട്ടൂരികൾ അങ്കലാപ്പിൽ. റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ഇജ്ജന്നാണ് പറഞ്ഞല്ലോ. ട്രംപിൻ്റെയും ഇതിലൊക്കെ ഫോട്ടോ വെച്ചുകാണ്ട് അതിൻ്റെ ബാക്കിൽ എഴുതി വിടുകയാണ് കുരുവട്ടൂരികൾ അങ്കലാപ്പിൽ. സത്യം തന്നെ അല്ലേ? ശരി തന്നെയല്ലേ? കുരുവട്ടൂരികൾ അങ്കലാപ്പിൽ തന്നെയല്ലേ? കുരുവട്ടൂരികൾ അങ്കലാപ്പിലല്ലേ? കുരുവട്ടൂരിൻ്റെ ഷെയ്ഖൻ്റെ അളിയാക്കല്ലേ? കോമാട്ട് ചാലിൽ അദ്വല്ലേ? ഗ്ലോബൽ ഷെയ്ഖല്ലേ? കാട്ടുകള്ളനല്ലേ? മാത്രമല്ല ലോകകള്ളനല്ലേ? അയാളാ എൻ്റെ അളിയാക്കേ. എൻ്റെ അളിയാക്കാനെ പറ്റിയാണ് പറയണത്. ഇജ്ജെന്താ കരുതിയത്? ഇജ്ജത് ജനങ്ങളിലേക്ക് മടവൂർ CM വലിയുള്ളാനെ പറഞ്ഞു എന്നുള്ളത് വരുത്തി തീർക്കുക. ഓൻ ചക്കള്ള. അതുകൊണ്ടാണ് മറ്റേ വൈലത്തൂർ തങ്ങൾ പാപ്പങ്ങളെ ലോകകള്ളൻ എന്ന് പറഞ്ഞത്. ആദ്യക്ക് കാട്ടുകള്ളൻ എന്ന് പറഞ്ഞു. കാട്ടുകള്ളൻ എന്ന് പറഞ്ഞപ്പോൾ കാട്ടുകള്ളനോ എന്ന് ചോദ്യകർത്താവ് ചോദിച്ചപ്പോൾ കാട്ടുകള്ളൻ മാത്രമല്ല ലോകകള്ളനാണ് എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതുപോലത്തെ യുദ്ധമൊക്കെ വരും എന്നുള്ളത് ആർക്കറിയാം? വൈലത്തൂർ തങ്ങൾ പാപ്പാക്ക് അറിയാക്കാരം. അതുകൊണ്ടാണ് വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞത് ലോകകള്ളനാണ് എന്ന് പറഞ്ഞത്. അപ്പോഴല്ലേ ഇപ്പോൾ പിന്നെ ആ യുദ്ധവുമായി ബന്ധപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ AP കുട്ടിയാൾ പറഞ്ഞിട്ടുള്ളത് ആരെ പറ്റിയിട്ടാണ്? കുരുവട്ടൂരികൾ അങ്കലാപ്പിലി എന്ന് പറഞ്ഞത് ആരെ പറ്റിയിട്ടാണ്? എൻ്റെ അലിയാക്കാനെ പറ്റിയിട്ടും എൻ്റെ നൗഷാദിനെ പറ്റിയിട്ടും എൻ്റെ കുഞ്ഞേമീനെ പറ്റിയിട്ടും അന്നെ പറ്റിയിട്ടും ബീരാണ്ടിനെ പറ്റിയിട്ടും സുലയാണ്ടിനെ പറ്റിയിട്ടും ഒക്കെയാണ് ഈ കുരുവട്ടൂരികൾ അങ്കലാപ്പിലി എന്ന് പറയാൻ കാരണം. അതല്ലാതെ മടവൂരുമായി കൊണ്ട് യാതൊരു ബന്ധവും നിങ്ങളില്ല. കുരുവട്ടൂരികൾ മടവൂരുമായി കൊണ്ട് തബായിന് കുല്ലിയാണ്. ഒരു ബന്ധവുമില്ല. എന്ത് നിലക്കങ്ങൾ ബന്ധം? എന്ത് നിലക്കങ്ങൾ ബന്ധം? തബായിന് കുല്ലിയാണ് നിങ്ങൾ. ഒരു ബന്ധമല്ല. നിങ്ങളും മടവൂർ ഷെയ്ഖും എവിടെ കിടക്കണേ കയ്യേ? നിങ്ങളും മടവൂർ ഷെയ്ഖും ആനയും ചേനയുള്ള വ്യത്യാസമുണ്ട്. എന്നിട്ട് മടവൂരിൻ്റെ പേര് പറയാം, എന്നിട്ട് ജനങ്ങളിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുക. ഒരൊറ്റ AP കുട്ടികളും പറഞ്ഞിട്ടില്ല, ഒറ്റ EK കുട്ടികളും പറഞ്ഞിട്ടില്ല കുരുവട്ടൂരികളാണ് അങ്കലാപ്പിൽ എന്ന് നിൽക്കണത്. ലോകം നിയന്ത്രിക്കുന്ന മടവൂർ ഷെയ്ഖ് ഉണ്ടായിട്ട് ഇങ്ങനെ കുരുവട്ടൂരികൾ അങ്കലാപ്പിൽ എന്ന് ആരും പറഞ്ഞിട്ടില്ല. ലോകം നിയന്ത്രിക്കുന്ന
എൻ്റെ അളിയാക്കയായ കോമാട്ടുചാലിൽ അദ്ദൂൻ്റെ കയ്യിലാണ് ലോകം എന്നും അതുപോലെ തന്നെ അള്ളാഹു ഡയറക്റ്റായിട്ട് അദ്ദൂനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് എന്നും അദ്ദൂന് ഓരോ കാര്യങ്ങളും അള്ളാഹു ഏൽപ്പിക്കുന്നുണ്ട് എന്നും അദ്ദു ആണെന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നും പരസ്യമായിട്ട് പ്രസംഗിച്ചവരാണ് നിങ്ങൾ. ഇത് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഇങ്ങനെ അള്ളാഹു തആല അലിയാക്കാൻ്റെ കയ്യിൽ ലോകം മുഴുവനും ഏൽപ്പിച്ചിട്ട് എന്ത് ഇറാൻ അക്വത്തിൽ പൊട്ടിച്ചു ഖത്തറിൽ, എന്ത് ഫലസ്തീനിൽ അങ്ങനെ കാട്ടിയത്, എന്ത് ഇസ്രായേലിൽ ഇങ്ങനെ കാട്ടിയത്, എന്ത് അമേരിക്ക അങ്ങനെ കാട്ടിയത് എന്നാ നമ്മൾ എൻ്റെ അലിയാക്കാക്കൊന്ന് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? അല്ലെങ്കിൽ അലിയാക്കാക്ക് തടുത്താ നിൽക്കൂലേ എന്ന് ഞങ്ങൾ ചോദിച്ചത്. അതിന് അലിയാക്കാനെ കാണാൻ തന്നെയല്ല, അലിയാക്കാനെ കാണല്ലപ്പോ, എൻ്റെ അളിയാക്കാനെ കാണല്ല. ആരെ? കോമാട്ടുചാലിൽ അദ്ദു ആയ അളിയാക്കാനെ ഇപ്പം കാണല്ല. യുദ്ധം തുടങ്ങി അവിടുന്ന് കേട്ട് അളിയാക്കപ്പം എവിടെയും വന്നിട്ടില്ല. അളിയാക്ക അള്ളാനെ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുകയെന്നാണ് തോന്നുന്നത്. എൻ്റെ അളിയാക്കാനെ ഞങ്ങൾ പറഞ്ഞത്. അതല്ലാതെ ഞങ്ങൾ മറ്റു മടവൂര് സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ സംബന്ധിച്ച് കാന്തപുരം വിഭാഗം എന്നല്ല ഒരു അഹ്ലുസുന്നയുടെ മക്കളും ഒരൊറ്റൊരാളും മോശമായി ഇതുവരെ പറഞ്ഞിട്ടില്ല, ഖിയാമത്ത് നാളെ വരെ പറയുകയും ഇല്ല. ആ മടവൂരിനെ കൊച്ചാക്കുകയും മടവൂരിനെ നിന്ദിക്കുകയും മടവൂരിനെ റോട്ടിലിട്ടുകൊണ്ട് വലിക്കുകയും ചപ്പ് ചവറുകളിലേക്ക് എറിയുകയും ചെയ്യുന്നത് കുരുവട്ടൂരികളായ നീയും നിന്റെ അളിയാക്കയും നിന്റെ അളിയാക്കാനെ പിന്തുടരുന്നവരുമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചോ, ശ്രദ്ധിച്ചോ. ഇതിൻ്റെ മുഴുവൻ ആഫത്തും അല്ലാഹു തആല നിങ്ങൾക്ക് വരുത്തിയിട്ട് ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോവുകയുള്ളൂ. ഉറപ്പാ. കാരണം എന്താ? അതുറപ്പാണ്. നിങ്ങൾ പല ആൾക്കാരെയും പറ്റിച്ചിട്ട് നിങ്ങളുടെ സ്റ്റേജിൽ കൊണ്ടുപോയിരുത്തുക അല്ലേ? പല ആളുകളെയും പറ്റിച്ച് സ്റ്റേജിൽ കൊണ്ടുപോയിരുത്തുക. എൻ്റെ മറ്റേ ചങ്ങായി മറ്റേതാണ് വേറെ വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് മടവൂർ കാഫിലിൽ നടത്തിയിരുന്നൊരു ചങ്ങായി. ആ ചങ്ങായി മടവൂർ കാഫിലിൻ്റെ പേരും പറഞ്ഞുകാണ്ട് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഒരു പ്രിയ സുഹൃത്തായ മൂസാ മുസ്ലിയാരടുത്ത് ചെന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ഇൻ്റർവ്യൂ നടത്തി. കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുന്നത്തെ വർഷത്തിൽ ഇവൻ മടവൂർ കാഫിലയുടെ നേതൃത്വത്തിൽ മടവൂരിൻ്റെ വലിയൊരു പരിപാടി നടത്തി. ആ പരിപാടിയിലേക്ക് ഈ സാധുവിനെ ക്ഷണിച്ചു. ഈ സാധു അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞങ്ങളെ നാട്ടിലൊക്കെ ആകെ പ്രശ്നമായി. കാരണം ഇയാൾ ഇപ്പോൾ കുരുവട്ടൂരിലേക്ക് പോയോ എന്ന് ചിന്തിച്ചു പോയി. പക്ഷേ അയാളെ വിളിച്ച് ഞാൻ ഇന്നലെയും ബന്ധപ്പെട്ടു. വാട്സപ്പിലൂടെ പറഞ്ഞത് ഞങ്ങളുടെ ത്വരീക്കത്ത് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ ഞാൻ ആ വോയിസ് ഇടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്നെ ചതിച്ചതാണവരും. എനിക്ക് കോമാട്ടുചാലിൽ അദ്ദൂനെ അറിയില്ല, കുരുവട്ടൂരിന് എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് നൗഷാദ് അവിടെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓൻ്റെ കണ്ണും മോറും കണ്ടപ്പോൾ തന്നെ എനിക്കാകെ എന്തെല്ലോ ആയിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞാൻ പോന്നു. എനിക്ക് ചെറിയൊരു സമയം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു, ഒന്ന് നല്ലോണം പറഞ്ഞിരുന്നു അവിടെ. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടവൂരിൻ്റെ ശാപം വരും കേട്ടോ. നിങ്ങൾ ഈ കൂടാരം പിരിച്ചു വിട്ടു പോവുകയാണ് നല്ലത് എന്ന് ഞാൻ അവിടെ വെച്ചുകൊണ്ട് പറയുമായിരുന്നു. റഹ്മാനി, എനിക്കവിടെ ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് ഇന്നലെ വരെ അദ്ദേഹം എന്നോട് പറഞ്ഞു. ആ വോയിസ് ഞങ്ങളെ ഗ്രൂപ്പിൽ വരെ ഇട്ടിട്ടുണ്ട്. അത് കുഞ്ഞേമ കേട്ടു, പിന്നെ അതുപോലെ സമതും കേട്ടിട്ടുണ്ട്, കുഞ്ഞേമ കേട്ടിട്ടുണ്ട്. നൗഷാദ് ആ ഗ്രൂപ്പിലില്ല, അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നിങ്ങളെ പറ്റിയിട്ടാണ് ഞങ്ങൾ എവിടെയും പറയുന്നത്. മടവൂരിനെ കൂട്ടിക്കെട്ടേണ്ട കേട്ടോ. മടവൂര് നിങ്ങളെ കയ്യിലില്ല, മടവൂര് നിങ്ങളുടെ നോട്ടത്തിലില്ല, മടവൂരിനെ നിങ്ങളുടെ നോട്ടത്തിലും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. നിങ്ങളുടെ ലക്ഷ്യം എൻ്റെ അളിയാക്കാനെ വളർത്തല, എൻ്റെ അളിയാക്കാൻ്റെ പള്ള വീർപ്പിക്കല, എൻ്റെ അളിയാക്കാനെ കൊണ്ടടക്കലായതുകൊണ്ട് അതിനെ ഞങ്ങൾ വിടുകയില്ല എന്ന് മാത്രമേ ഈ സമയത്ത് ഉണർത്താനുള്ളൂ. നോക്കിങ്ങൾ തനിച്ച മുജാഹിദിൻ്റെ പഴയ സ്വഭാവം. ഏർവാടിയിൽ തീപിടുത്തണ്ടായി മുമ്പ്. ഏർവാടിയിൽ തീപിടുത്തം, സമസ്തക്കാർ അങ്കലാപ്പിൽ. അന്നതായിരുന്നു. അന്ന് FB മറ്റോ ഇല്ല. മുജാഹിദിൻ്റെ എല്ലാ അൽഹംദുലില്ലാ പേച്ചുകാണ്ട് ചിലപ്പോൾ അന്നത്തെ വാട്സപ്പിൽ അങ്ങനെയായിരുന്നു, അന്നത്തെ ഫേസ്ബുക്കിൽ ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നു വിചാരിച്ചു. പക്ഷേ പറഞ്ഞില്ല. അന്ന് FB മറ്റതും ഇല്ല. അന്നത്തെ മാസികയിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു ഒഴിവായോ. ആയിക്കോട്ടെ, പറയേ. എല്ലാ മാസികയിലും എവിടെ പോയി ഇബ്രാഹിം ബാദിഷാ? ചോദ്യം. അത് എങ്ങായി ഓല് ചോദിക്കും.
ഏർവാടിയിൽ തീപിടുത്തുണ്ടായപ്പോൾ വഹാബികൾ ചോദിച്ചിരുന്നു എവിടെ പോയി ഇബ്രാഹിം ബാത്തിഷ. അത് പലയിടത്തും ചോദിക്കാറുണ്ട്. ചില മക്ബറകളിലൊക്കെ തല്ലുണ്ടാവുമ്പോൾ അടി ഉണ്ടാവുമ്പോൾ എന്തേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പൂച്ചയാണോ, കരിമ്പൂച്ചയാണോ, എന്താ അയാൾക്ക് നിയന്ത്രിച്ചൂടെ എന്ന് പലയിടത്തും ചോദിക്കാറുണ്ട്. അത് വഹാബികൾ ചോദിക്കുന്ന ചോദ്യമാണ്. അത് വഹാബികൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇജ്ജ് വീണ്ടും അത് ആവർത്തിക്കണം എന്തിനാണ്? ഇജ്ജ് വീണ്ടും അത് ആവർത്തിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ? അതാണ് എൻ്റെ സുന്നത്തെ ജമാഅത്ത്. ലോക നിയന്ത്രണം കുത്തുബുൽ ആലം ഷെയ്ഖുന മടവൂരിനുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് ഇപ്പം എന്താ അവിടെ നടക്കണം? നിങ്ങളെ കൈക്കുന്ന കാര്യം പിടുത്തം വിട്ടുപോയോ എന്താ ചോദിക്കണത്. ലോക നിയന്ത്രണം മടവൂരിനുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യം പിടുത്തം വിട്ടുപോയോ ഇതാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് പൊന്നാരെ പമ്പൈസേ ഹയവാനെ ഇങ്ങനെ എനിക്ക് തെളിയിക്കാൻ കഴിയോ? എനിക്ക് തെളിയിക്കാൻ കഴിയോ? ഒരൊറ്റ മൂല്യമാര് ഒരൊറ്റ മൂക്കി കീഴ്പ്പെട്ടായൊരു AP വിഭാഗത്തിൽ നിന്നല്ല ഒരാളും അങ്ങനെ ചോദിച്ചിട്ടില്ല. അത് മനസ്സിലാക്കിക്കോ. ഒരാളും ചോദിച്ചിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. ഒറ്റ SB പോസ്റ്റിലും അങ്ങനെയല്ല. വഹാബികൾ ചോദിക്കുന്നുണ്ടാവും, വഹാബികൾ പല ഐഡിയകൾ ഉണ്ടാക്കിയാണ് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ടാവും. അതൊക്കെ മറ്റുള്ളവരുടെ പേരില്ല ചാരുന്നത്. AP വിഭാഗത്തിലുള്ള സുന്നത്യമായത്തിൻ്റെ മക്കൾ, EK വിഭാഗത്തിലുള്ള സുന്നത്യമായത്തിൻ്റെ മക്കൾ ഒക്കെ ചോദിക്കുന്നത് എന്താണ്? എൻ്റെ അലിയാക്കാൻ്റെ കയ്യിലാണ് അല്ലാഹു തആല ലോകം കൊടുത്തിക്കണെന്ന് പറഞ്ഞു. അങ്ങനെ വീരാണ്ടിൻ്റെ കയ്യിലുമാണ് എന്ന് പറഞ്ഞു. അതുപോലെ സുലൈമാനിൻ്റെ കയ്യിലുമാണെന്നും പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ ഈ സുലൈമാൻ്റെയും വീരാണ്ടിയും ഈ കോമാണ്ടി ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇങ്ങനൊക്കെ സംഭവിക്കണത്? അള്ള നേരിട്ട് സംസാരിക്കണ ആളല്ലേ എൻ്റെ അളിയാക്ക എന്നാ പറഞ്ഞത്. മടവൂരിനെ എവിടെയും ചേർത്തിട്ടില്ല. മടവൂർ നിങ്ങൾ എവിടെ കിടക്കണേങ്ങായി? മടവൂരിനെ നിങ്ങളിൽ ചേർത്ത് പറയാൻ പറ്റൂലേ. അല്ല മടവൂരിന് നിങ്ങളും ചേർത്ത് പറഞ്ഞാൽ കുഫിരിയത്തായി പോവും, ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോകും ചിലപ്പോൾ. മടവൂരിന് നിങ്ങളും ചേർത്ത് പറഞ്ഞാൽ ഒരിക്കലും പറയാൻ പറ്റൂല. മടവൂരിൻ്റെ പേര് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. മടവൂർ CM വലിയുള്ളതിൻ്റെ പേര് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. കാരണം മടവൂർ അങ്ങനത്തെ ആളാ, വലിയ അള്ളാഹുവിൻ്റെ ആരിഫാണ്, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിൽപ്പെട്ട ആളാ, കുത്തുബുൽ ആലമാ. ആ കുത്തുബുൽ ആലമിൻ്റെ പേര് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല, ഒരിക്കലുമില്ല. നിങ്ങൾക്ക് പറ്റിയ വീരാണ്ടിനെ പറ്റി പറയാൻ പറ്റും, അതുപോലെ തന്നെ സുലൈമാണ്ടിനെ പറ്റി പറയാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ അളിയാക്കാൻ്റെ കാര്യവും പറഞ്ഞടാ. അളിയാക്ക അങ്ങനെ എന്നെ കാട്ടിലായിരുന്നു. അങ്ങനെ കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ സിംഹം നേരിട്ട് ഇങ്ങോട്ട് വന്നു. അങ്ങനെ അളിയാക്കാനെ കടിച്ചാൻ വേണ്ടി ഇങ്ങോട്ട് നിന്നു. അളിയാക്ക കടിച്ചരുതേന്ന് പറഞ്ഞു. സിംഹം ഒറ്റ പോക്ക് പോയി. അങ്ങനെ എന്തുണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ തീവണ്ടി ഇങ്ങനെ ചീറിപ്പാറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അളിയാക്ക കാട്ടിൽ നിന്ന് ഇങ്ങനെ വരുമായിരുന്നു. അളിയാക്ക കാട്ടിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ തീവണ്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ തീവണ്ടിനോട് പെട്ടെന്ന് ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു. തീവണ്ടി ചടം ബ്രേക്കിൽ അവിടെ നിർത്തി. ചടം ബ്രേക്കിൽ നിർത്താൻ പാടില്ലാത്തോടത്ത് നിർത്തി. അളിയാക്ക അങ്ങോട്ട് കടന്നതിന് ശേഷം അളിയാക്ക കയ്യേറ്റ് ഇങ്ങോട്ട് കാണിച്ചു. അങ്ങനെ പോയി എന്നൊക്കെ വേണമെങ്കിൽ വലിയ ഡയലോഗായിട്ട് പറയാം. അങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടി അളിയാക്ക കാടായ കാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടന്നിരുന്നത് വലിയ സിംഹത്തിൻ്റെ മുകളിൽ കയറിയിട്ടായിരുന്നു. അങ്ങനെ സിംഹം ഇങ്ങനെ കൊണ്ടെടുക്കായിരുന്നു അളിയാക്കാനെ. അളിയാക്കാക്ക് ഇങ്ങനെ പെട്ടെന്ന് ദാഹിച്ചാൽ കാട്ടുപശു വന്ന് കാണ്ട് അളിയാക്കാൻ്റെ തൊള്ളിക്ക് മുല അങ്ങോട്ട് തിരികെ കൊടുക്കും. എന്നിട്ട് അളിയാക്ക അങ്ങോട്ട് പാല് കുടിച്ചും. അങ്ങനെയായിരുന്നു അളിയാക്ക ജീവിച്ചിരുന്നത്. അത് അളിയാക്കാൻ്റെ ഒരു കറാമത്താണ് എന്ന് കാണിച്ച് പറഞ്ഞു. അത് ജനക്ക് എൻ്റെ അളിയാക്കാനെ പറ്റി പറയാം. പക്ഷേ മടവൂരിൻ്റെ പേരിൽ വെച്ച് കെട്ടല്ലേ, മടവൂരിൻ്റെ പേരിൽ വെച്ച് കെട്ടല്ലേ, അതാണ് പറഞ്ഞത്. മടവൂരിൻ്റെ പേരിൽ വെച്ച് കെട്ടിയാൽ ഞങ്ങൾ ആരും വിടൂല. മടവൂരിനെ പറയാൻ നിങ്ങൾക്ക് അതല്ല കുട്ടി. ഇപ്പം നൗഷാദ് കുറച്ച് വേക്ക് കഴിക്കണേ. നൗഷാദിന് കാര്യമൊക്കെ തെളിയലെടുത്തിങ്ങനെ ഇപ്പോൾ നൗഷാദ് ഇപ്പം തോന്നെ പറയല്ലോ. അപ്പോൾ കുഞ്ഞേമതാണ്. കുഞ്ഞേമത് ഇങ്ങനെ പറയുന്നത് കേട്ടാണ്ടല്ലോ. കുഞ്ഞേമ ഇങ്ങനെ പറഞ്ഞത് കേട്ടാൽ നീർക്കോലിൻ്റെ മേത്തേക്ക് മണ്ണെണ്ണ വാർന്ന മാതിരിയാ. അങ്ങനെ പടഞ്ഞ്